ഹായ് വ്ലോഗ്. നമ്മത് പാഴ്സലോ പൊട്ടിക്കാൻ പോവാണ്. പാഴ്സലോ? എവിടെന്നാ പാഴ്സൽ വന്നേ? ഇന്ത്യ. ഇന്ത്യന്ന് വന്നതാ? ആരാ അയച്ചേ? അപ്പയുടെ അമ്മ. അപ്പാടെ അമ്മ. അമ്മാമ്മയും അപ്പാപ്പയും ഡാഡിയും മമ്മിയൊക്കെ കൂടി പാഴ്സൽ അയച്ചു അല്ലേ? നമുക്കിത് പൊട്ടിക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാന്നൊക്കെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് നാട്ടിൽ നിന്ന് പാഴ്സൽ അയക്കണം എന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം അല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നാട്ടിൽ നിന്നും എങ്ങനെ സാധനങ്ങൾ ഇന്റർനാഷണൽ, അതായത് ഇപ്പോൾ ഓവർസീസ് ആയ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, UK അവിടേക്കൊക്കെ അയക്കാന്നുള്ളതാണ്. ഒരുപാട് പ്രൈവറ്റ് കൊറിയേഴ്സ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷെ അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ വളരെ ചീപ്പായിട്ടും വളരെ എളുപ്പത്തിലും ഇന്ത്യൻ പോസ്റ്റ് വഴി, നമ്മുടെ തപാൽ വഴി നമുക്ക് നാട്ടിൽ നിന്ന് അയക്കാനായിട്ട് പറ്റും. അതെങ്ങനെ അയക്കണമെന്നും അതിന്റെ പ്രൊസീജിയേഴ്സും കുറച്ച് ട്രിക്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് സാധനം അയക്കുമ്പോൾ നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് സാധനങ്ങളായിട്ട് ചെല്ലുക. പെട്ടി എല്ലാം പാക്ക് ചെയ്ത് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിലേക്ക് ആരും ചെല്ലരുത്. കാരണം അവർക്ക് ഈച്ച് ആൻഡ് എവരി ഐറ്റംസ് കാണണം, തുറന്ന് കാണണം. ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ്, കായവറത്താണെങ്കിൽ കായവറുത്തത്, ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാം അവർക്ക് കാണണം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പാക്കിക്കൊണ്ട് നമ്മൾ കാറിലോ ഓട്ടോറിക്ഷയിലോ ഇട്ടിട്ട് വേണം നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാനായിട്ട്. പെട്ടി, അതുപോലെ തന്നെ ടേപ്പ്, ഈ വക സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതുക. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും, നല്ല സേഫ് ആയിട്ടുള്ള പെട്ടിയെല്ലാം അവിടെ നിന്ന് കിട്ടും. പക്ഷെ അതിന് ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ അത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് പെട്ടിയെല്ലാം വാങ്ങിച്ചത്. ചെറിയ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിൽ നല്ല പെട്ടിയും ടേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ലിസ്റ്റ്, ഞാനൊരു ചെറിയ ലിസ്റ്റ് ഇവിടെ കാണിക്കാം. കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഇതുപോലെ എഴുതി, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തോ അവർ കൊണ്ടുപോവുക. അത് കൊണ്ടുപോയി കഴിയുമ്പോൾ ഒരു കോപ്പി അവരവരുടെ കയ്യിൽ വയ്ക്കും, ഒരു കോപ്പി പെട്ടിയുടെ മുകളിൽ അവർ ഒട്ടിച്ച് വയ്ക്കും. ഇത് കസ്റ്റംസിന്റെ റൂൾസിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഈ സാധനങ്ങളുടെ എല്ലാം പ്രൈസ്, ഇപ്പോൾ നമ്മളൊരു ചുരിദാർ, ആ ചുരിദാറിന്റെ ഒരു പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ അയക്കുന്നത് ഒരു ചിപ്സ്, അതിന്റെ ഒരു പ്രൈസ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോയ്സ്, അതിന്റെ പ്രൈസ്, ഇതെല്ലാം നമ്മൾ അതിന്റെ കൂടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ മാക്സിമം പ്രൈസ് കുറച്ച് മെൻഷൻ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒത്തിരി വാല്യൂ വന്നു കഴിഞ്ഞാൽ കസ്റ്റംസിൽ നമ്മൾ എന്തെങ്കിലും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ട് വരും. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും, ഒരു ചെരുപ്പാണെങ്കിൽ ചെരുപ്പ്, ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ്, എല്ലാത്തിനും HSN, നമുക്ക് പറയാം HSN എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. ഈ കോഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ലിസ്റ്റിന്റെ കൂടെ ഈ കോഡും കൂടി എടുത്ത് വരാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മുടെ പോസ്റ്റ് ഓഫീസല്ലേ, സ്റ്റാഫുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലിസ്റ്റും കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് ഓരോ കോഡ് ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതും നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. അതായത് റബ്ബറിന്റെ ചെരുപ്പിന് ഒരു കോഡാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പിന് വേറൊരു കോഡാണ്, ലെതറിന്റെ ചെരുപ്പിന് വേറൊരു കോഡാണ്, സിൽക്കിന്റെ ഡ്രസ്സിന് വേറൊരു കോഡാണ്, പോളിസ്റ്ററിന്റെ ഡ്രസ്സിന് വേറൊരു കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഓരോ പ്രൊഡക്റ്റിനും അനുസരിച്ചും കോഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കോഡ് നമുക്ക് ഗൂഗിളിൽ കിട്ടും, അല്ലെങ്കിൽ ChatGPT നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഐ നീഡ് കോഡ് ഫോർ എന്താ പറയുക, ലെതർ ചപ്പൽ, ലെതർ സാൻഡൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോഡ് വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോഡുകളെല്ലാം സൈഡിൽ എഴുതിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ളവർക്ക് ജോലി ലാഭം, നമുക്ക് സമയം ലാഭം. ഭയങ്കര ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തിനാണ് ഈ കോഡ് എന്നുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും കൊറിയറോ പാഴ്സൽ അയക്കുമ്പോൾ കോഡൊന്നും ആവശ്യം വരാറില്ല. പക്ഷേ ഈ HSN കോഡ് എന്നുള്ളത് ഓസ്ട്രേലിയ, അതുപോലെ ന്യൂസിലാൻഡ്, അതുപോലെ കുറച്ച് ബയോസെക്യൂരിറ്റി ഉള്ള കൺട്രീസിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും, ഇന്റർനാഷണലി എന്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും എല്ലാ പ്രൊഡക്റ്റിനും ഒരു കോഡ്, ഒരു അതോറിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കോഡ് വെച്ചിട്ടാണ് എന്ത് പ്രൊഡക്റ്റാണ് പെട്ടിയിലുള്ളതെന്നുള്ളത് കസ്റ്റംസുകാരോ സെക്യൂരിറ്റിക്കാരോ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ലിസ്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സോപ്പ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ദോശത്തവയുണ്ട്, അങ്ങനെ മനസ്സിലാക്കുന്നതല്ല. അവർക്ക് ആ കോഡ് മതി. ആ കോഡ് കണ്ടു കഴിയുമ്പോൾ അവർ ഓക്കെ ഇതാണ് ഐറ്റം, അല്ലെങ്കിൽ ഇതാണ് ഐറ്റം എന്നവർക്ക് മനസ്സിലായിക്കോളും. അതുകൊണ്ടാണ് ആ കോഡ് ഒരു സിസ്റ്റം ഇന്റർനാഷണലി കൊണ്ടുവന്നിരിക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് വളരെ കഠിനമാണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത്. കോഡില്ലെങ്കിൽ സാധനം കയറ്റി വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് HSN എന്നുള്ള കോഡ് ഗൂഗിളിൽ ചുമ്മാ ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ChatGPT വെറുതെ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ഐറ്റമാണോ വേണ്ടത്, ഫോർ എക്സാമ്പിൾ ക്യാപ്പ് എന്തായാലും കോട്ടന്റെ ആയിരിക്കും. കോട്ടൺ ക്യാപ്പ്, പ്ലീസ് ഗീവ് HSN കോഡ് ഫോർ കോട്ടൺ ക്യാപ്പ് എന്ന് കൊടുത്താൽ തൊട്ടടിയിൽ ChatGPT നമുക്ക് ആ സാധനം എടുത്ത് തരും. ഗൂഗിൾ പോലും ചെയ്യേണ്ട, ChatGPT ആണ് കുറച്ചും കൂടി എളുപ്പം. ഇനി മറ്റൊരു സാധനം നമ്മൾ അയക്കുകയാണ്, പുട്ടുകുറ്റി. അപ്പോൾ നമ്മൾ പറയാണ് റൈസ് സ്റ്റീം കേക്ക് വെസൽ എന്ന് ചുമ്മാ കൊടുത്താൽ മതി. അപ്പോൾ അവർ നമുക്കൊരു കോഡ് തരും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണോ. അപ്പോൾ നമ്മൾ അയക്കുന്ന സാധനം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ ChatGPT നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരും. ലെതർ ആണോ, പ്ലാസ്റ്റിക് ആണോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ, സിൽക്ക് ആണോ എന്നല്ല. അപ്പോൾ വളരെ ഈസിയാണ് ChatGPT.
എൻ്റെ ഒരു സജഷൻ, ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം അത് തന്നെയാണ്. ഇന്ത്യൻ പോസ്റ്റിൽ പോയിട്ട് കോഡ് ചോദിച്ചാൽ അവർ ബിസിയാണ്, ഒരുപാട് പേര് വരുന്നതാണ്. എൻ്റെ പപ്പ കാലത്ത് പോയിട്ട് വൈകുന്നേരമാണ് കോഡെല്ലാം കിട്ടി അവിടെ നിന്ന് പാഴ്സൽ അയച്ച് തിരിച്ചിറങ്ങിയത്. മൂന്നാമത്തെ കാര്യം എന്ന് തോന്നുന്നു ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യണത്, 20 കിലോയുടെ മുകളിൽ ഒരു പെട്ടിയിൽ വെയിറ്റ് പാടില്ല. നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇത് ടോട്ടൽ 13ൻ്റെ ഒരു പെട്ടിയും ഇത് 16ൻ്റെ ഒരു പെട്ടിയും ഉണ്ട്. അപ്പോൾ ഏകദേശം 10, 28, 29 കിലോയുടെ സാധനം ഉണ്ടായിരുന്നു. 30 കിലോ അയക്കാന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ചെന്നത്. പക്ഷേ 20 കിലോയുടെ പെട്ടിയെ പറ്റിയുള്ളൂ. അപ്പോൾ 20 കിലോയുടെ ഈ പെട്ടി ഒരു 16 കിലോയും ഈ പെട്ടി ഒരു 13 കിലോ ആക്കിയിട്ട് അയച്ചു. പക്ഷെ അതിന് പ്രൈസിൻ്റെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. പ്രൈസ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ പ്രൈസ് എന്നുള്ളത് ഏകദേശം 900-നും 1000-നും 900 to 1000-ന് ഇടയിലാണ് 1 kg പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്ര സാധനമൊന്നും അയക്കേണ്ട, വളരെ വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അയച്ചാൽ മതി. കിലോന് 1000 വെച്ച് അയക്കുമ്പോൾ എന്തായാലും നമ്മൾ പൊട്ട സാധനം അയക്കത്തില്ലല്ലോ. അത്രയ്ക്കും വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അയക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 കിലോ അയക്കാനുള്ളൂ, 4 കിലോ അയക്കാനുള്ളൂ, അതും അയച്ചോളൂ. അപ്പോഴും ഈ പൈസ വരുന്നുള്ളൂ, പ്ലസ് GST. പിന്നെ ഏറ്റവും കിടിലം സംഭവം എന്നുള്ളത്, ഒരു 10 to 15 ദിവസത്തിനുള്ളിൽ സംഭവം ഓസ്ട്രേലിയയിൽ കിട്ടും. അത് നമ്മളുള്ളത് ക്യാൻബറയിലാണ്. സിഡ്നിയോ മെൽബണോ പോലെയുള്ള വലിയ സിറ്റികളിലൊന്നുമല്ല. ഇത് നാട്ടിൽ നിന്നും, അതായത് ആലുവ എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥലത്ത് നിന്നും ട്രാവൽ ചെയ്ത് സിഡ്നി വഴി ക്യാൻബറ എന്ന് പറഞ്ഞ ഈ സിറ്റിയിലേക്ക് 10ാമത്തെ ദിവസം ഡോർ ടു ഡോർ ഡെലിവറി ചെയ്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് വിശ്വസിക്കാം, പെട്ടിക്കൊന്നും ഒരു ഡാമേജും ഇല്ല. അകത്ത സാധനത്തിന് ഡാമേജ് ഉണ്ടോ എന്നുള്ളത് തുറക്കുമ്പോൾ കാണിക്കട്ടോ. അപ്പോൾ 10-15 ദിവസം, നമുക്ക് 10ാമത്തെ ദിവസം കിട്ടി, 21-ാം തീയതി വെച്ചു, 31-ന് കിട്ടി, 10 ദിവസം കറക്റ്റ് ആയിരുന്നു. അവർ 15 ദിവസമാണ് പറഞ്ഞത്, 5 ദിവസം മുന്നേ നമുക്ക് കിട്ടി കേട്ടോ. ഓണാവണേക്കാളും മുമ്പ് ഓണത്തിന്റെ കുറേ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെയാണ് നാട്ടിൽ നിന്ന് അയച്ചത്. അപ്പോൾ ഓണത്തിന് മുമ്പ് സാധനം കിട്ടി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പെട്ടി പെട്ടെന്ന് പൊട്ടിച്ചിട്ട് നല്ല സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ചെറിയൊരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. എനിക്ക് ലിസ്റ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് നൊസ്റ്റു അടിച്ചു വിട്ടാൽ എൻ്റെ പപ്പയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണത്. ഒരു 1.5 വർഷമായി ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് പപ്പേനെ മിസ് ചെയ്യുന്നുണ്ട്. അയ്യോ, പപ്പയുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സ്കൂൾ കാലഘട്ടത്തിലും വീട്ടിലുള്ളപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് പപ്പയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടുണ്ട്. അമ്മേ, പപ്പയെ മിസ് ചെയ്യൂ. ഇപ്പോൾ ഐറ്റം ബാറ്റിംഗ് ഗ്ലൗസ്, അതായത് ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ള ഗ്ലൗസാണത്. നാട്ടിൽ നിന്ന് വാങ്ങിച്ചു ഒരു സെറ്റ്. അതിൻ്റെ HSN കോഡ് ഗൂഗിളിൽ നമ്മൾ ക്രിക്കറ്റ് ഗ്ലൗസ് എന്ന് കൊടുത്താൽ അത് കിട്ടും. അതിൻ്റെ പ്രൈസ്. രണ്ടാമത്തെ ഐറ്റം സാരി ഒരെണ്ണം, അതിൻ്റെ HSN കോഡ്. അപ്പോൾ നമ്മൾ സിൽക്ക് സാരി എന്ന് ഗൂഗിൾ കൊടുക്കുകയോ ChatGPT കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോഡ് കിട്ടും. 300. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും ഐറ്റം, ക്വാണ്ടിറ്റി, HSN കോഡ്, റേറ്റ്, ഈ ഒരു ഓർഡറിൽ നമ്മൾ ഇതുപോലൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ 2 പെട്ടിയിലും ഒട്ടിക്കാവുന്നു. ഇപ്പോൾ 2 പെട്ടി ഉണ്ടെങ്കിൽ 2 പെട്ടിയിൽ എന്തൊക്കെ ഐറ്റംസ് ആണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാണെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ളവർക്ക് ജോലി എളുപ്പമായി, നമ്മുടെ സമയം ലാഭമായി. പെട്ടി തുറന്നപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സാധനം ദോശത്തവ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എനിക്ക് വട്ടാണോ നാട്ടിൽ നിന്ന് ദോശത്തവ കൊണ്ടുവരാൻ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് നല്ല ദോശത്തവ നമ്മൾ രാജ്യം വിട്ടാൽ കിട്ടില്ല. കിട്ടും, പക്ഷെ നമ്മൾ ഈ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലത്തെ രാജ്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടാൻ ഇത്തിരി പാടാം. നമ്മൾ നല്ലൊരു ഫ്യൂച്ചറയുടെ അടിപൊളി ദോശത്തവ കാണിച്ചു. ഇവിടെ സ്റ്റാൻസിയും നദാനും ഞാനും എല്ലാവരും ദോശ ഫാൻസാണ്. ഇത് കണ്ടോ, പ്രത്യേക ടൈപ്പ് ദോശത്തവ, പ്യുവർലി ഫോർ ദോശ. അപ്പോൾ ദോശ, മസാല ദോശയ്ക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ നമ്മൾ ഈ ദോശത്തവ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അമ്മച്ചി കൊടുത്തു വിട്ട കൊന്ത, നമ്മൾ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു കൊന്തയാണ്. പിന്നെ എൻ്റെ കഴുത്തിൽ കൊന്ത ഇട്ട് കഴിഞ്ഞാൽ കർത്താവ് ഇറങ്ങി ഓടും, ആ കുരിശ് പൊട്ടി പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലൊരു കൊന്ത വേണം. അപ്പോൾ അതുകൊണ്ടൊരു കൊന്ത അമ്മച്ചി കൊടുത്തുവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം പുട്ടുകുറ്റി, നല്ല അടിപൊളി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓ, പുട്ടുകുത്താനുള്ള കോലടക്കവിടെ വരുന്ന പുട്ടുകുറ്റി. ഞാനത് കണ്ടിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ പുട്ടുകുറ്റി വന്നിട്ടുണ്ട്. പുട്ടുകുറ്റി നമ്മൾ സാധാരണ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു കുറ്റിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതാകുമ്പോൾ പിന്നെ വലിയ പുട്ട് കഴിക്കാമല്ലോ. ചിരട്ടപ്പുട്ടാകുമ്പോൾ 2 പുട്ട് കഴിച്ചാലോ നമ്മുടെയൊക്കെ വയററിയുള്ളൂ. പിന്നെ ഇതുപോലുള്ള കുറച്ച് മെഡിക്കൽ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ക്യാപ്പാണ് കൂടുതൽ നേരം നിന്ന് അല്ലെങ്കിൽ നടന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത്. ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര കാശ് കൂടുതലാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസാര കാശിന് കിട്ടും. ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓണത്തിന്റെ ഡ്രസ്സാണ്. അത് ഓണത്തിന്റെ ഡ്രസ്സായതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല, ഓണത്തിന് കാണിക്കാം. അതല്ലാണ്ട് നമ്മൾ നാട്ടിൽ കിടന്ന് നല്ല അടിപൊളി ലാച്ചകൾ ലാച്ച കൊണ്ടുവന്നു. കാരണം ഇവിടെ നമുക്ക് ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവൾക്ക് മാറിയിട്ട് ഷൈൻ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനമൊക്കെ കൊണ്ടുവന്നത്. ഒരുപാട് ഡ്രസ്സ് വന്നിട്ടുണ്ട്. എല്ലാ ഡ്രസ്സും കൂടി കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ 2025 ഏകദേശം കഴിയാറായി. പക്ഷെ 2025 മലയാളം കലണ്ടർ, നമ്മൾ ഏത് വീട്ടിലാണെങ്കിലും നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും മലയാളത്തിലൊരു കലണ്ടർ ഇങ്ങനെ കിടക്കുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമാണ്. ഈ കലണ്ടർ നോക്കി കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ കലണ്ടർ കേട്ടോ.
ഇതുപോലെ ഒരു കലണ്ടർ നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണ്. ഇതിനകത്ത് മറ്റേ മകരം, ചോതി, പൂയം, പൂരാടം അതൊക്കെ കാണാൻ പറ്റും. ഓണം, തിരുവോണം, ഉത്രാടം അതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ കിട്ടണ ഇതില്ലേ കർത്താവിന്റെ രൂപം, നമ്മൾ ഈ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഒട്ടിച്ചു വെക്കില്ലേ, സ്റ്റിക്കർ, ഗോഡ് ഈസ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അതുപോലെയുള്ള കുറച്ച് സ്റ്റിക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് റഫായിട്ട് കാണിക്കാം. ഡ്രസ്സ്, പിന്നെ ഡ്രസ്സ്, പിന്നെ ഡ്രസ്സ്, ഒരുപാട് ഡ്രസ്സുകളുണ്ട്. പിന്നെതാ നമ്മള് സ്യൂട്ട്, നമ്മളിവിടെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്യൂട്ടൊക്കെ ഇട്ട് പോകാൻ വേണ്ടിട്ട് സൂചിപ്പിച്ച പോലെ കാരണം നമ്മൾ ഇവിടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ടുവരുന്ന ഭയങ്കര വെയിറ്റ് ആണ്. അപ്പൊ ഇതുപോലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി പൊട്ടിച്ച കോലം. രണ്ടാമത്തെ പെട്ടിയും പൊട്ടിച്ചതിന് ശേഷം കുറേ ഡ്രസ്സുകളാണ് മെയിനായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. കാരണം ഈ നാട്ടിലൊക്കെ ഒരുപാട് കാശ് കുറവാണ് നമ്മൾ ഇവിടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡൊക്കെ ഇവിടെ കിട്ടാനും പാടാണ്. ഇത് കണ്ടോ, കംപ്ലീറ്റ് ഡ്രസ്സ്, പാത്രങ്ങൾ, പൊട്ടുകുറ്റി, ഇതൊക്കെ ഡ്രസ്സുകൾ, ഐറ്റംസ് ഫുള്ള് അതാൻ്റെ ഡ്രസ്സ്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അടുത്ത ഐറ്റം വള കേട്ടോ. ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സിനൊക്കെ കൂടെ വന്നിരിക്കുന്ന വളയാണിത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയില്ല എന്തൊക്കെ സാധനം കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഒരുപാട് സാധനം നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ഫുഡ് ഐറ്റംസിൽ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ലീക്കേജ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഡ്രൈ ആയിട്ടുള്ള കായ വറുത്തത്, ചക്ക വറുത്തത്, ഇതുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാം. ഡ്രസ്സ്, കണമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരാം. നാട്ടിൽ പ്രൈസ് കുറവുള്ള എന്നാൽ പുറത്തെ രാജ്യങ്ങളിൽ പ്രൈസ് കൂടുതലുള്ള സാധനങ്ങൾ നോക്കി നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ക്രിക്കറ്റിൻ്റെ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവരാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഇവിടെ ഒടുക്കത്തെ കാശാണ്. നമ്മൾ നാട്ടിൽ ഡെക്കാത്തലോണിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിക്കാനായിട്ട് നിസ്സാര കാശാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെയുള്ള പാക്കേജിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാശ് ലാഭിക്കാം. എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യുക. നാട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്നു ഇന്ത്യൻ പോസ്റ്റ്. 10 ദിവസം കൊണ്ട് സാധനം കിട്ടും. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻ അടിക്കണം. നോട്ടിഫിക്കേഷനോ, ബെല്ല്. നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.